ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പലാസ പാൻറ് കട്ട് ചെയ്യുന്ന വീഡിയോ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് അരവണ്ണാണ്. അരവണ്ണത്തിൻ്റെ 4/1 നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ 50 വേസ്റ്റ് ഭാഗത്ത് വണ്ണ 50 ഉള്ള ഒരാളുടെ മെഷർമെൻ്റാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ 50 എടുക്കുക. 50ൻ്റെ കൂടെ പ്ലസ് 10 ഇഞ്ച് എക്സ്ട്രാ 10 ഇഞ്ച് കൂട്ടണം. നമ്മൾ ഏതൊരു പാൻറ് തയ്ക്കുകയാണെങ്കിലും അരവണ്ണത്തിൻ്റെ കൂടെ നമ്മൾ 10 ഇഞ്ച് കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ച് 5 8 ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടി കൊടുത്താൽ മതി. വലിയ ആളുകൾക്കാണെങ്കിൽ 10 ഇഞ്ച് എന്തായാലും നമ്മൾ കൂട്ടണം. അപ്പോൾ 50 ഉള്ളവർക്ക് 60 എടുത്തിട്ട് 60ൻ്റെ 4/1 നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള തുണി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളതിൻ്റെ ഇറക്കാണ്. ആ ഇറക്കം കൂടി ഒന്ന് മാർക്ക് ചെയ്യുക. ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. കയറ് വെച്ചിട്ടാണ് നമ്മൾ പലാസ പാൻറ് അടിക്കുകയെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്താലും മതി. ഇലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇറക്കത്തിൻ്റെ കൂടെ പ്ലസ് നമ്മൾ 2 മുകൾ വശത്തും താഴ്വശത്ത് 2 കൂട്ടിയിട്ട് നമ്മൾ 4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ 39.5 നമുക്ക് ടോട്ടൽ ഇറക്കം വേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പം അതും കൂടി നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുണി 2 ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിടുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ആദ്യം നമ്മൾ ഒരു ഭാഗമാണല്ലോ മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗം കൂടി ഇതേപോലെ ഒന്ന് മടക്കിയിടുക. ഇതെന്തിനാണ് നമ്മൾ ഇത്ര കറക്റ്റായിട്ട് മടക്കിയിടുന്നതെന്ന് ചോദിച്ചാൽ ചില തുണികൾക്ക് നമുക്ക് ടോപ്പിൻ്റെ ഭാഗത്തേക്ക് കൈ തികയാതെ വരും. അപ്പോൾ നമ്മൾ ഈ പാൻറ്റിൻ്റെ തുണിയിൽ നിന്നാണ് ബാലൻസ് ആയിട്ട് നമ്മൾ ബാക്ക് സൈഡിലേക്ക് പീസ് എടുക്കുക. അതുകൊണ്ടാണ് ഇത്ര കറക്റ്റായിട്ട് നമ്മൾ എവിടെയും ഒരു തുണിയും കളയാതെ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ സെൻറ്റർ പിടിച്ചിട്ട് നമ്മൾ പാൻറ് സെൻറ്റർ പിടിച്ചിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ അളവെടുക്കരുത്. ഇതേപോലെ തുണി നിവർത്തിയതിന് ശേഷം നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ 4/1 കണ്ടിട്ട് ശേഷം മാത്രമേ തുണി മടക്കിയിടാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ഷേപ്പ് താഴ്ചയൊക്കെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നും കൂടി നോക്കുക. നമ്മൾ കറക്റ്റായിട്ട് 2 തുണി നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതേപോലെ നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ള വീതി ആവശ്യമുള്ള വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. മുകൾ വശത്ത് 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. ഇലാസ്റ്റിക് ആണെങ്കിൽ 2 ഇഞ്ച്, ഇലാസ്റ്റിക് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഈ തയ്യൽ തുമ്പ് എക്സ്ട്രാ എടുക്കുന്നത് അത് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ലൈന് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മടക്കി നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ജസ്റ്റ് ഈ മടക്കിയതുണ്ടല്ലോ അതിൻ്റെ താഴോട്ട് നമ്മൾ മുകളിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ 2 ഇഞ്ചിൻ്റെ താഴോട്ട് 39 കിട്ടുന്നുണ്ടോ നോക്കുക. 39 കിട്ടിയതിന് ശേഷം നമ്മൾ താഴ്വശത്തും ഈ സൈഡിൽ 39 കിട്ടുന്നുണ്ടോ നോക്കണം. ഇനി നമുക്ക് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴോട്ട് നമുക്ക് 14 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കണം. 14 ഇഞ്ച് ഷേപ്പ് താഴ്ച. ഈ ഷേപ്പ് താഴ്ച എങ്ങനെയാണ് കാണുന്നുള്ള വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ വീഡിയോ എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് കാണുക. ഇതിപ്പോൾ വലിയ സൈസുള്ള ആളുകൾക്കായതുകൊണ്ട് 14 വരിക. അതിലും ചെറിയ ആളുകളാകുമ്പോൾ 13, 12 ഇങ്ങനെ കുറഞ്ഞ് വരും. ആ പാൻറ്റിൻ്റെ ഷേപ്പ് താഴ്ചയും അതേപോലെ തന്നെ ഇറക്കത്തിൻ്റെ ഒക്കെ ഒരു ചാർട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഷേപ്പ് താഴ്ച മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. ഇപ്പം നമ്മളെ മുകളിൽ ആ 2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ അടിവശം ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യാണ്ട് പാൻറ്റിൻ്റെ അടിവശം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് കയറ്റിയിടുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ അടിവശം ഒന്ന് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് 39 മാർക്ക് ചെയ്യുക ആദ്യം. എന്നിട്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 2 ഇഞ്ചും കൂടി തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ താഴത്തെ അടിവശത്ത് നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടത് ആ ലൂസ് എടുക്കുക. ഇനി അരവണ്ണത്തിൻ്റെ അതേ സെയിം ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ലൂസ് എടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 21 അപ്പോൾ 21ൻ്റെ പകുതി 10 നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇതേപോലെ ഷേപ്പ് താഴ്ചയിലോട്ട് ഒന്ന് വരച്ചതിന് ശേഷം നമ്മൾ ഇതേ രീതിയിലൊന്ന്
കട്ട് ചെയ്തെടുക്കുക. Thank you for watching.